പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായ ദുഃഖത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ നിന്നും ദുഃഖത്തിൻ്റെ അളവെങ്കിലും കുറയ്ക്കാൻ നമ്മൾ ദുഃഖത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും സ്വയം പഠിക്കുകയും വിശകലനം ചെയ്യുക. മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നതാണ് എന്ന് ആദ്യം അംഗീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദുഃഖത്തിനെ എടുത്തുമാറ്റി സുഖം മാത്രം നിലനിർത്താനുള്ള നമ്മുടെ ശ്രമം നമ്മൾ അവസാനിപ്പിക്കുക. സുഖം മാത്രമായി ഒരു ജീവിതം ഒരു മനുഷ്യനും ലഭിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ അറിയുക, അത് നമ്മൾ അംഗീകരിക്കുക. സാങ്കല്പികമായ ഒരു സുഖലോകം സൃഷ്ടിച്ച് അത് കണ്ണടച്ച് ജീവിക്കാതിരിക്കുക. ജീവിതം മുഴുവനും സുഖം മാത്രം ഉണ്ടാവുമെന്നും അത് മാത്രം എനിക്ക് മതിയെന്നും നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കാതിരിക്കുക. നമ്മുടെ സ്വന്തം സാഹചര്യങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളെ കുറിച്ച് സ്വയം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. സ്വപ്ന ലോകത്തിൽ നിന്നും ഉണർന്ന് ജീവിക്കുക. മനുഷ്യൻ പല ജീവിതം നയിക്കുന്നതിന്റെ കൂട്ടത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്വാഭാവികമായ ഒരു കാര്യമാണ് സ്വപ്ന ജീവിതം. നമ്മൾ പൊതുവെ യാഥാർത്ഥ്യവും സ്വപ്നവും കൂടി കലർത്തിയ ഒരു ജീവിതമാണ് നയിക്കുന്നത്. നമ്മുടെ മനസ്സ് പൊതുവെ എപ്പോഴും സ്വപ്നലോകത്തായിരിക്കും. അങ്ങനെ നമ്മൾ സ്വപ്നലോകത്ത് ഒരു സുഖലോകം സൃഷ്ടിച്ച് അതിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്വപ്നലോകമാണ്. സ്വപ്നലോകം ഒരിക്കലും യാഥാർത്ഥ്യത്തിൽ അനുഭവമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭൂമിയിൽ ജനിക്കുന്ന സർവ്വജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യന് ദുഃഖമുണ്ടായിരിക്കുമെന്ന് നമ്മൾ ഉറച്ച് മനസ്സിലാക്കുക. ജീവിത ദുഃഖങ്ങൾക്ക് കാരണമുണ്ടെന്നറിയുക. നമ്മൾ ജനിക്കുന്നതിന് കാരണമുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം നമ്മളൊടുവിൽ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ബോധ അവസ്ഥയിലേക്ക് എത്തേണ്ടത്. നമ്മളെ ജീവിതത്തെ വിശകലനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവിതത്തിലെ തടസ്സങ്ങളും വിഘ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. ദുഃഖങ്ങളില്ലാത്ത ജീവിതം വാസ്തവത്തിൽ ജീവിതമാവില്ല. നമ്മൾ ദുഃഖം അനുഭവിക്കുമ്പോൾ അത് ചെറുതായാലും വലുതായാലും നമുക്കത് അതീവ ദുരിതമായി തോന്നുമെങ്കിലും ആ ദുഃഖവും കൂടെ ചേർന്ന് അതിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങളാണ് നമ്മുടെ ജീവിതമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദുഃഖങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ ബോധ അവസ്ഥയിൽ എത്തിച്ചേരണം. അബോധത്തിലാണ് നമ്മുടെ ജനനം. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ തീർത്തും ബോധരഹിതരാണ്. നമ്മൾ ഉണർന്നിരിക്കും, നമ്മൾ പ്രവൃത്തികളിൽ ഏർപ്പെടും, ഒക്കെ ചെയ്യും. പക്ഷെ നമുക്ക് ശരിയായ ഒരു ബോധാവസ്ഥ ഉണ്ടാവില്ല. അത് കുഞ്ഞായിരുന്നാലും ശരി, അത് കഴിഞ്ഞ് ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞാലും നമ്മളിൽ ഒരു ബോധം ഉണ്ടാവില്ല. ആ ബോധം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ബോധത്തെ അറിയാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ദുഃഖങ്ങളും സംഭവിക്കുന്നത് പോലും. ഒരു ദുഃഖത്തിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നത്. അതിലൂടെ കടന്നുപോയി നമ്മൾ ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മ മനസ്സിലാക്കി, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഒടുവിൽ ബോധത്തിലോട്ട് എത്തിച്ചേരുക എന്ന ഒരു പ്രക്രിയയാണ് ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും നേരിടേണ്ടി വരുന്നതും. നമ്മൾ ബോധാവസ്ഥ നേടിയെടുക്കണം. അതിനെ അവബോധം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നേടിയെടുക്കുക, അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക.
അതെപ്പോഴും സംഭവിക്കുന്നത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾക്കപ്പുറത്തുള്ള മോഹങ്ങളും നിറവേറ്റി കിട്ടിയാൽ നമ്മുടെ ദുഃഖം ഇല്ലാതാകും, ജീവിതം മുഴുവനും സന്തോഷഭരിതമാകും എന്ന ചിന്തയിൽ നിന്നും സ്വയം മോചിപ്പിക്കപ്പെടുക. നമുക്കെപ്പോഴും കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങളെക്കാൾ അപ്പുറത്ത് മോഹങ്ങൾ ഉണ്ടാവും, അതിമോഹങ്ങൾ ഉണ്ടാവും. അത് നടപ്പിലാക്കി കിട്ടിയാൽ നമ്മുടെ ദുഃഖങ്ങൾ മാറുമെന്നാണ് നമ്മൾ എപ്പോഴും ധരിച്ചു വിട്ടിരിക്കുന്നത്. മരണം വരെ മനുഷ്യർ അങ്ങനെയാണ് ധരിക്കുന്നതും. നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കപ്പെടണം. നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിൽ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. നമ്മുടെ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ 100 ആഗ്രഹങ്ങൾ കൊണ്ടു നടന്നു. ഏകദേശം മിക്ക ആഗ്രഹങ്ങളും നമ്മൾ ഒരുപക്ഷെ നേടിയെടുത്തിട്ടുണ്ടാവാം. അങ്ങനെ നേടിയിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ ദുഃഖം ഇല്ലാതാകുമെന്ന ചിന്ത വെറുതെ പാഴാകും. കാരണം ഒരാഗ്രഹം നേടിയെടുക്കും, 3 ആഗ്രഹം വേറെ ഉണ്ടാവും. അത് 3 നേടിയെടുക്കാനായി നമ്മൾ വളരെ ബുദ്ധിമുട്ടി, വളരെ വിഷമിച്ച്, പ്രയാസപ്പെട്ട് അത് 3 നേടിയെടുക്കുമ്പോൾ 9 ആഗ്രഹങ്ങൾ വേറെ ഉണ്ടാവും. ആഗ്രഹങ്ങൾ നേടി നമ്മുടെ ദുഃഖമില്ലാതാകുന്ന പ്രശ്നം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആഗ്രഹങ്ങളെ വീണ്ടും സഹിക്കാം. അതിനേക്കാൾ വലിയ മോഹങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുക. നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആഗ്രഹങ്ങളും മോഹങ്ങളും പൂർത്തീകരിച്ചാൽ നമ്മുടെ ദുഃഖമില്ലാതാകുമെന്നുള്ള മിഥ്യാ ചിന്തയിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങുക. ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് ദുഃഖ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രോഗത്തിന്റെ രൂപത്തിലായാലും തടസ്സങ്ങളുടെ രൂപത്തിലായാലും പ്രതിസന്ധിയുടെ രൂപത്തിലായാലും പല പല രൂപങ്ങളുണ്ട്, 100 കണക്കിന് രീതികളുണ്ട്. നമ്മൾ തുടക്കത്തിൽ കുറച്ചൊക്കെ പറയുകയും ചെയ്തു. പ്രകൃതിപരമാവാം, നമ്മുടെ വ്യക്തിപരമാവാം, മറ്റുള്ള മനുഷ്യരിൽ നിന്നാവാം. പല രീതിയിൽ നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെ സുഖ ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദുഃഖ നിമിഷങ്ങളിൽ നമ്മൾ പകച്ചു പോകാതിരിക്കുക, നമ്മൾ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകാതിരിക്കുക, നമ്മൾ ദുഃഖത്തിന് തീർത്തും കീഴടങ്ങി കൊടുക്കാതിരിക്കുക. എല്ലാവർക്കും കടന്നു പോകാനുള്ളതാണ് ദുഃഖങ്ങളെന്ന് നമ്മൾ അറിയുക. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം പലപ്പോഴും പറഞ്ഞതാണ്, നമ്മുടെ ധാരണ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ലോകമുള്ള കാലത്ത് കോടാനുകോടി മനുഷ്യർ ജനിച്ച് ജീവിച്ച് മരിച്ചവരെല്ലാം ദുഃഖിച്ചും സുഖിച്ചും പ്രയാസപ്പെട്ടും സങ്കടം വന്നും കരഞ്ഞും ചിരിച്ചുമൊക്കെ തന്നെയാണ് മരിച്ചിട്ടുള്ളത്. നമുക്ക് മാത്രമായി ഒരു ദുഃഖം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ദുഃഖം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ലോകത്ത് അതേപോലെ ധാരാളം ആൾക്കാര് ഇതേ ദുഃഖവും ആയിട്ട് നടക്കുന്നവരുണ്ട്. എത്രയോ പേര് ഈ ദുഃഖങ്ങൾ കഴിഞ്ഞു പോയവരുണ്ട്. ഈ ഭൂമിയിൽ വന്ന സർവ്വ മനുഷ്യരും ദുഃഖങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും കടന്നു പോകാനുള്ളതാണ് ഈ ദുഃഖങ്ങളെന്നും അത് ജീവിതത്തിലെ അനിവാര്യതയാണ്. അത് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒരു കാരണവശാലും പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ സുഖത്തിനെ അംഗീകരിക്കുന്നത് പോലെ ദുഃഖത്തിനെയും അംഗീകരിക്കുക. യാതനകളിലൂടെ, ദുരിതങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ സഹനത എന്തെന്ന് മനസ്സിലാക്കി മനഃശുദ്ധിയും ആത്മശുദ്ധിയും നമ്മൾ നേടിയെടുക്കും. പല മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെ കൂടുതൽ ദുഃഖത്തിലൂടെ കടന്നു പോകാനാണ്. കാരണം മനഃശുദ്ധിയും ആത്മശുദ്ധിയും ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നത് ഈ ഉപവാസമൊക്കെ വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്, വ്രതങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് തപസ് അനുഷ്ഠിക്കുക. അത് ഇന്ത്യയിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. ആ തപസ് എന്നൊക്കെ പറയുന്നത് പഞ്ചാഗ്നി തപസ് വരെ ഉണ്ട്. വളരെയധികം സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ദുഃഖം ഏറ്റെടുത്ത് മനഃശുദ്ധിയും ആത്മശുദ്ധിയും വരുത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ദുഃഖം നമ്മുടെ ഒരു സഹയാത്രികനാണ് എന്ന് മനസ്സിലാക്കി ദുഃഖത്തിനെ കണ്ട് പേടിക്കാതിരിക്കുക. നമ്മുടെ ദുഃഖങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. ആഗ്രഹമില്ലാതെ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാനൊന്നും കഴിയില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ തരും.
ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ തന്നെ. പക്ഷെ അത് ചെറിയ ആഗ്രഹങ്ങൾ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആഗ്രഹങ്ങൾ, നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ, അങ്ങനെയാണെങ്കിൽ അത് നിറവേറ്റാനുള്ള ശ്രമത്തിന്റെ ഇടയിലുള്ള ദുഃഖങ്ങളുടെ അളവ് കുറവായിരിക്കും. ആഗ്രഹം ചെറുതാണെങ്കിൽ ദുഃഖവും ചെറുതായിരിക്കും. നമ്മൾ പക്ഷേ ആഗ്രഹങ്ങളൊക്കെ, നമ്മുടെ ആഗ്രഹങ്ങൾ പൊതുവെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഈശ്വരൻ തന്നെ നടപ്പിലാക്കി തരുന്നതാണ്. മനുഷ്യന് വളരെ കുറച്ച് ആഗ്രഹങ്ങൾ പോലും ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് പോലും. പക്ഷെ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് അമിത ആഗ്രഹത്തിലോട്ട് പോവുകയും അമിത ആഗ്രഹത്തിൽ നിന്നും മോഹത്തിലോട്ട് പോവുകയും മോഹത്തിൽ നിന്നും അതിമോഹത്തിലോട്ടും വ്യാമോഹത്തിലോട്ടും പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ അഗാധമായ ദുഃഖത്തിൽ അകപ്പെടും. നമ്മളത് ദുഃഖവും നമ്മുടെ മോഹങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നറിയണം. ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ആവാം, നമ്മളൊക്കെ ആവുന്നുണ്ട്. അത് നടപ്പിലാക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. മനുഷ്യൻ അതിനു വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് തന്നെ. അത് നല്ല ആഹാരമായാലും നല്ല വസ്ത്രമായാലും വീടായാലും വാഹനമായാലും പറ്റുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ പോലും പലപ്പോഴും നടപ്പിലാക്കിയെടുക്കാൻ നമ്മൾ വളരെയധികം കഠിനമായി ശ്രമിക്കേണ്ടി വരും. അത് നമ്മൾ ജനിക്കുന്ന ഒരു പശ്ചാത്തലം പോലെ ഇരിക്കും. വളരെ സാമ്പത്തികമായി പിന്നോക്കം അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിലാണ് നമ്മുടെ ജനനമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അതികഠിനമായി ശ്രമിക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ദുഃഖിക്കേണ്ടിയും വരും. തിരിച്ചത് വളരെ സമ്പന്നമായ, വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുന്ന ആളിന് ഒരുപക്ഷെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി നേടിയെടുക്കുന്ന ആഗ്രഹങ്ങൾ ജന്മനാൽ ലഭിക്കും. അങ്ങനെയുള്ള ആൾക്കാരും ആഗ്രഹത്തിൽ നിന്നും മോചിതരാവാൻ പോകുന്നില്ല. അവർ അതിനേക്കാൾ വലുത് ആഗ്രഹിക്കും. ഒന്നുള്ള ആള് 10 ആഗ്രഹിക്കും, 10 ആള് 100 ആഗ്രഹിക്കും, 100 ആള് 1000 ആഗ്രഹിക്കും. അത് ഈ ആഗ്രഹത്തിന് നമ്മുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. അതിനൊരു കുറവും വരില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലുമില്ല. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ദുഃഖവും തമ്മിൽ പരസ്പരം ബന്ധിതരാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളെ നമ്മൾ അതിരുവെക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരുവെച്ചാൽ ദുഃഖങ്ങളുടെ അളവ് കുറയും. മോഹങ്ങളിലോട്ടും അതിമോഹത്തിലോട്ടൊക്കെ പോകുന്ന ആൾക്കാര് അതിന് കനത്ത വില ദുഃഖമായി നൽകേണ്ടി വരും. ദുഃഖത്തിനെല്ലാം പ്രധാന കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ് അടിസ്ഥാനം. ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദുഃഖിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ദുഃഖം നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണെന്ന് അപ്പോൾ പറയേണ്ടി വരും. നമ്മുടെ ആഗ്രഹത്തിന്റെ അളവ് കുറച്ചാൽ ദുഃഖത്തിന്റെ അളവ് കുറയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ചുറ്റിലുമുള്ള സമൂഹത്തിനെ കണ്ടിട്ടാണ് നമ്മൾ ആഗ്രഹം വെക്കുന്നത് പോലും. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആഗ്രഹമൊന്നും അറിയില്ലല്ലോ. നമ്മുടെ ചുറ്റിലും ഉള്ള സമൂഹത്തിൽ നിന്നാണ് നമ്മൾ എല്ലാം പഠിക്കുന്നത്. സർവ്വ നന്മകളും സർവ്വ തിന്മകളും എല്ലാം പഠിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. നമ്മൾ അത് കണ്ടാണ് ഓരോന്ന് ചെയ്യുന്നതും. അത് അങ്ങനെയാണ് നമ്മൾ പണം നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമായി മാറുന്നത്. അത് എപ്പോഴും പറയുന്ന വാക്കാണ്. പണം, അധികാരം, ആരോഗ്യം, സൗന്ദര്യം, പ്രശസ്തി, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമായി മാറുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മൾ കണ്ടുപഠിക്കുന്നതാണ്. അത് നേടിയെടുക്കുന്നവർ വളരെയധികം സുഖം അനുഭവിക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾക്കറിയുന്ന അത്തരം ആൾക്കാരെ, പ്രശസ്തരായ ആൾക്കാരെ, അധികാരമുള്ളവരെ, വളരെ വലിയ പണമുള്ളവരെ, വളരെയധികം ലോകം മുഴുവനും അറിയപ്പെടുന്നവരെ നമ്മൾ അടുത്ത് അവരോട് ഇടപഴകിയാൽ, അവരെ നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും നമ്മൾ ധരിക്കുന്നത് പോലെ അവർ വലിയ സന്തോഷവും സുഖവും അനുഭവിക്കുന്നില്ല എന്ന്. എന്നുവെച്ചാൽ ആഗ്രഹമൊക്കെ അവർ നിറവേറ്റി, വീണ്ടും വീണ്ടും വേറെ ആഗ്രഹം ഉണ്ട് എങ്കിലും അവർ നമ്മളെക്കാൾ ആഗ്രഹങ്ങൾ നിറവേറിയവരാണ്. എന്നിട്ട് പോലും അവർ പൂർണ്ണമായും സന്തോഷവും സുഖവും അനുഭവിക്കുന്നില്ല. അവരും വലിയ ശൂന്യത തന്നെയാണ് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ആഗ്രഹങ്ങൾ നിറവേറ്റാത്ത സാധാരണക്കാരെ പോലെ അവർക്കുമുണ്ട് പ്രശ്നങ്ങൾ, അവർക്കുമുണ്ട് പ്രയാസങ്ങൾ. അതായത് ആഗ്രഹം പൂർത്തീകരിച്ച് ആരും സമാധാനവും സന്തോഷവും അനുഭവിക്കാറില്ല. അതെല്ലാം താൽക്കാലികം. ഒരാഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറോ ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. വീണ്ടും നമ്മുടെ മനസ്സ് പറയും ഇത് പോരാ, വേറൊന്ന് വേണമെന്ന്. അത് നമ്മുടെ മനസ്സ് നമ്മളെ കളിപ്പിക്കുന്നതാണ്. നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയുന്ന വിഷയം വരും, അപ്പോൾ അത് വിശദമായി പറയുന്നതാണ്.
നമ്മൾ ധരിക്കുന്ന മാതിരി സമൂഹത്തിലെ ഉയർന്ന ആൾക്കാര്, VIP-കൾ, സെലിബ്രിറ്റികൾ അവരെല്ലാം അവർ നേടി സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് വലിയൊരു തെറ്റാണ്. കുറച്ച് സമാധാനമൊക്കെ ഉണ്ടാവും. ഈ സമാധാനവും സുഖവും സന്തോഷവും ഒക്കെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു വ്യാജ സന്തോഷമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സന്തോഷമുണ്ട്. നമ്മൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളത് താൽക്കാലികമായ ഒരു വ്യാജ സന്തോഷമാണ്. ഒരു വലിയ അധികാരി, പവറുള്ള ആള് സന്തോഷഭരിതനായിരിക്കും ബാഹ്യമായി. വലിയ ഒരു പണക്കാരൻ, അയാളെ കണ്ടാൽ, അയാളെ കൂടെയുള്ളവരെ കണ്ടാൽ അവർ സന്തോഷഭരിതരായി നമുക്ക് തോന്നും. അതാണ് നമ്മൾ അതിന്റെ പിന്നാലെ പോകാൻ കാരണം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ കണ്ടാൽ അയാൾ വളരെയധികം സന്തോഷവാനാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് വെറും ബാഹ്യമായ തോന്നലാണ്. അത് വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് സന്തോഷമാണ്. ഉള്ളിന്റെ ഉള്ളിൽ അവർക്കാർക്കും വലിയ സന്തോഷം ഉണ്ടാവാറില്ല. അത് ഓരോ വിഷയങ്ങളിൽ വന്ന് നമ്മൾ അവരുമായിട്ട് അടുക്കാറില്ല, അതൊന്നും നമുക്ക് അറിയില്ല. നമ്മളെ കാര്യം എടുത്താൽ മതിയല്ലോ. നമ്മുടെ എത്രയോ ആഗ്രഹങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നിട്ടെന്താ നമുക്ക് പൂർണ്ണമായും സന്തോഷമില്ലാത്തത്? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, നമ്മൾ എത്രയോ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു, എന്നിട്ട് നമുക്ക് വീണ്ടും സന്തോഷമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ലോകത്ത് ആഗ്രഹ പൂർത്തീകരണം കൊണ്ട് പൂർണ്ണമായി സുഖം കിട്ടുമെന്നുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കുക. കൂടുതൽ വലിയ ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയും പിന്നാലെ പോകാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആഗ്രഹങ്ങളും മോഹങ്ങളും വ്യാമോഹങ്ങളും ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ പഠിക്കാനാ പറയുന്നത്. നമ്മൾ ഭൂമിയിൽ വരുന്നത് തന്നെ ആഗ്രഹങ്ങളും മോഹങ്ങളും വെച്ച് പുലർത്തി അത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട് അതിൽ ദുഃഖം കണ്ടെത്തി ഒടുവിൽ ഇതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി ആഗ്രഹരഹിതനായി, മോഹരഹിതനായി, വ്യാമോഹമില്ലാതെ ശാന്തിയോടെ സമാധാനത്തോടെ തിരിച്ചു പോകാനാണ്. ഇതൊക്കെ ദൈവത്തിന് അബദ്ധം പറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്നും മോചിതരാകണം, മോഹങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ നേടണം. സമാധാനത്തോടെ ശാന്തിയോടെ കുറച്ചു കാലം ജീവിച്ചിട്ട് തിരിച്ചു പോയാൽ നമ്മൾ വിജയിച്ചു. അല്ലാതെ ഇവിടെ പണം കുന്നുകൂട്ടി വാരിക്കൂട്ടി ലോക പ്രശസ്തനായി വളരെയധികം അറിയപ്പെട്ട ആളായി ഇന്ത്യ ഭരിച്ചു, ലോകം ഭരിച്ചു എന്ന് പറയുന്നതല്ല പ്രശ്നം. സമാധാനത്തോടെ കുറച്ചു കാലം ജീവിക്കാൻ കഴിഞ്ഞുവോ എന്നതാണ്. സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മോഹരഹിതനായി ജീവിക്കുക, ആഗ്രഹരഹിതനായി ജീവിക്കുക. ഒരു സന്യാസിയാവുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. സന്യാസിമാരൊന്നും അങ്ങനെ ആവുന്നില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ സന്യാസി എന്ന് പറയുന്നത് സർവവും ത്യജിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. സർവവും ത്യജിച്ചയാള് എന്ന് വെച്ചാൽ മോഹരഹിതൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ എല്ലാം ത്യജിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഉള്ളതൊക്കെ എടുത്ത് വലിച്ചതായി കളഞ്ഞിട്ട് പോകണം എന്നല്ല. മോഹരഹിതൻ, വലിയ വലിയ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകാത്തയാള് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ അത്തരം ആൾക്കാർക്ക് എന്ത് സംഭവിച്ചാലും അവർ അത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ദുഃഖരഹിതരായി തീരുമെന്നാണ്. നമ്മുടെ ഭൂമിയിൽ ഒന്നും ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നില്ല. ജീവിതം ഒരു പകുതി കഴിഞ്ഞവർക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഓരോ കാര്യവും സ്ഥിരമായി നിൽക്കില്ല, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിയുടെ പ്രത്യേകത, പ്രപഞ്ചത്തിന്റെ പ്രത്യേകത, സർവ്വതും എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ഒരു ഏറ്റവും സ്മോളസ്റ്റ് ആറ്റം, അതിന്റെ ജോലിയും ഈ ഇങ്ങനെ വൈബ്രേഷനാണ്. ഭൂമിയായാലും സൂര്യനായാലും പ്രപഞ്ചം മുഴുവനും, സൗരയൂഥം മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി സ്വയം കറങ്ങുന്നു, സ്വയം കറങ്ങുന്ന ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. സ്വയം കറങ്ങാൻ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. നമ്മൾ അതിനെ ഒരു ദിവസം എന്ന് വിളിക്കുന്നു. പകരം ഭൂമി സൂര്യനെ ചുറ്റുന്നു, സ്വയം കറങ്ങിയിട്ട് സൂര്യനെ ചുറ്റുന്നു. സൂര്യനെ ചുറ്റാൻ 365 ദിവസം വേണം. അതിനെ നമ്മൾ ഒരു വർഷം എന്ന് വിളിക്കുന്നു. ഈ രണ്ട് പ്രക്രിയയിലൂടെയാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്, പ്രഭാതവും സന്ധ്യയും ഉണ്ടാകുന്നത്, അർദ്ധരാത്രിയും നട്ടുച്ചയും ഉണ്ടാകുന്നത്. വളരെ വലിയ വ്യത്യാസങ്ങൾ 24 മണിക്കൂറിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഈ 365 ദിവസത്തെ ചുറ്റലുകൊണ്ടാണ് 4 ഋതുക്കൾ വരുന്നത്.
മുഴുവനും മാറി മാറി ഭൂമി വളരെ പ്രത്യേകത ഉള്ളതായി തീരുന്നത്. അപാരമാണ് ഈശ്വരന്റെ സൃഷ്ടി. അത് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാവും. അങ്ങനെ സർവ്വതും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ പ്രപഞ്ചത്തിന്. പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. നമ്മൾ പോലും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭൂമിയുടെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയാണെങ്കിൽ ഈ സമയത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഭൂമി സൂര്യനെ ബലം വയ്ക്കുന്നു. അങ്ങനെ ഭൂമി സൂര്യനെ ബലം വയ്ക്കുമ്പോൾ നമ്മളും ഭൂമിയുടെ കൂടെ പോകുന്നു. നമ്മളത് ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ഒരിക്കലും നിശ്ചലമായി നിൽക്കുന്നില്ല. നമ്മുടെ ബോഡിക്കകത്താണെങ്കിൽ ഒരു സെക്കൻഡ് നേരം ബ്ലഡ് നിൽക്കുന്നില്ല, ഒരു സെക്കൻഡ് നേരം നമ്മുടെ ശ്വാസകോശം നിൽക്കുന്നില്ല, ഒരു സെക്കൻഡ് നേരം നമ്മളുടെ ഹാർട്ട് നിൽക്കുന്നില്ല. ഇങ്ങനെ ചലനം ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. ആ ഭൂമിയിൽ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ അറിയാം, ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല, ഒരു വസ്തുവും സ്ഥിരമായി നിൽക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മളെല്ലാം സ്ഥിരമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. നമുക്കെല്ലാം സ്ഥിരമായി വേണം. നമുക്ക് സന്തോഷം വന്നാൽ ആ സന്തോഷം എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ആഗ്രഹം അതാണ്. ദുഃഖമില്ലായ്മ എപ്പോഴും ഉണ്ടായിരിക്കണം, സുഖം എപ്പോഴും ഉണ്ടായിരിക്കണം, ഒരേപോലെ നിലനിൽക്കണം പോസിറ്റീവായ കാര്യങ്ങളെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒന്നും ഇവിടെ സ്ഥിരമായി നിൽക്കില്ല എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്, ദുഃഖവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു കാര്യവും നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഒരു തരം ബന്ധങ്ങളോ ഒരു തരം അവസ്ഥകളോ സ്ഥിരമായി നിലനിൽക്കില്ല. നമ്മളെ ജനം മുതൽ ഇതുവരെ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം മാറി മറിഞ്ഞു. നമ്മുടെ ഒരുമാതിരിപ്പെട്ട ബന്ധുക്കളെല്ലാം പോയി മറയുന്നു പ്രായം കൂടുന്നതനുസരിച്ച്. നമ്മൾ ജനിച്ച സ്ഥലമോ പഠിച്ച സ്കൂളോ കൂടെ പഠിച്ചവരോ എല്ലാം മാറി. സർവ്വതും ഇങ്ങനെ മാറിക്കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ മുഴുവനും മാറുമ്പോൾ അതിനൊപ്പം മാറാൻ നമ്മൾ വിധേയരാണ്, നമ്മൾ വിധിക്കപ്പെട്ടവരാണ്. നമ്മളെപ്പോഴും മാറ്റത്തിന് വശംബദ്ധരാണ്. നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. നമുക്കാണെങ്കിൽ എല്ലാം പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം പഴയപടി നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു തരം ബന്ധങ്ങളും ഒരു തരം അവസ്ഥയും സ്ഥിരമായി നിലനിൽക്കില്ല എന്ന് നമ്മൾ അറിയുക. ഇത് പറയുന്ന കാരണം നമ്മൾ ദുഃഖിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതായതുകൊണ്ടാണ്. നമ്മളിത് മനസ്സിലാക്കാതെയാണ് ദുഃഖിക്കുന്നത്. എല്ലാം പതുക്കെ 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 നമ്മൾ പോലും അറിയാതെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു 40 50 വയസ്സായ ആള് കണ്ടുമുട്ടിയ ആൾക്കാരിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാരും മരിച്ചുപോയി കഴിഞ്ഞിരിക്കും. 60 70 വയസ്സാവുമ്പോൾ അയാളോടൊപ്പം ജനിച്ച അങ്ങേർക്ക് പരിചയമുള്ള 90% ആൾക്കാരും ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കും. അങ്ങനെ നമ്മൾ പിന്നെ ഒറ്റയ്ക്കാവും. നമ്മളും പിന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വരും. ആർക്കും ഇവിടെ സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യവും ഇവിടെ സ്ഥിരമായി നിൽക്കില്ല, ഒരു ബന്ധവും സ്ഥിരമായി നിൽക്കില്ല, ഒരു അവസ്ഥയും സ്ഥിരമായി നിൽക്കില്ല. നമ്മുടെ ദുഃഖം എന്താന്ന് വെച്ചാല് നമുക്കിതെല്ലാം സ്ഥിരമായി പിടിച്ചു നിർത്തണം, നമുക്ക് സ്ഥിരമായി എല്ലാം നിലനിർത്തണം. വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ നമുക്ക് കൗമാരം ആവണം, യുവാവണം, യുവതിയാവണം. യുവാവും യുവതിയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കണം. നമുക്ക് കൊച്ചുകുട്ടിയായിരുന്നപ്പോ എത്രയും പെട്ടെന്ന് വളരണമെന്നാണ് ആഗ്രഹം. പക്ഷെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. നമ്മള് കൊച്ചുകുട്ടി ആയിരുന്നത് പോലെ തന്നെ നമ്മള് ബാല്യവും കഴിഞ്ഞ് കൗമാരവും കഴിഞ്ഞ് യൗവനവും കഴിഞ്ഞ് അവിടെ നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നതാ. നമ്മൾ അവിടെയും നിൽക്കില്ല. അത് മധ്യവയസ്കിലോട്ട് പോയി മുടി നരച്ച് ജരാനനകൾ ബാധിച്ച് ആരോഗ്യം ക്ഷയിച്ച് നമ്മൾ ക്രമേണ വാർദ്ധക്യത്തിലോട്ട് പോകും. അതിന് നമുക്ക് താല്പര്യമില്ല. നമുക്ക് യൗവനാവസ്ഥയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നല്ല അവസ്ഥകളെല്ലാം അതേപടി നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് വെറും നമ്മുടെ മിഥ്യാ ആഗ്രഹമാണ്, നമ്മുടെ ഒരു അറിവുകേടാണ്. നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചിന്തിക്കുന്നതാണ്. നമ്മളത് മനസ്സിലാക്കുക. എല്ലാം മാറുന്നു, നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മളിൽ നിന്നും വിട്ടകന്നു പോകും എന്ന് മനസ്സിലാക്കുക. അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്. ഈ ലോകത്ത് ഒരൊറ്റ കാര്യവും നിലനിൽക്കാറില്ല. ഇവിടെ ഒന്നും അവശേഷിക്കാറില്ല. ഈ ലോകം പോലും അവസാനം ഇല്ലാതാവും. ഈ ബ്രഹ്മാണ്ട കലാഹം വരെ ഇല്ലാതാവുമെന്നാണ് കോടാനുകോടി വർഷം കഴിയുമ്പോൾ. പിന്നെ ഒന്നേന്ന് ആരംഭിക്കും. അതായത് ഒന്നും ഇവിടെ നിലനിൽക്കില്ല. ഒന്നും നിലനിൽക്കാത്ത ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സ്വയം നിലനിൽക്കാൻ ശ്രമിക്കുന്നു.
നമ്മളെ ചുറ്റുപാടിലുള്ള എല്ലാത്തിനെയും നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. നമുക്ക് ദുഃഖം ഉണ്ടാവാൻ പിന്നെ വേറെ വലിയ കാരണമൊന്നും വേണ്ടല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യം ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു.